അപ്പോൾ സുഹൃത്തുക്കളെ, UAEയുടെ ചരിത്രത്തിൽ 75 വർഷത്തിനിടെ ഇത്രയും ശക്തമായ ഒരു മഴ ആദ്യമായാണ് ലഭിച്ചിരിക്കുന്നത്. ശരിക്കും മഴയെന്ന് പറയുമ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് വളരെ ആനന്ദിക്കാറും വളരെ സന്തോഷിക്കാറുമുള്ള ഒരു സംഭവമാണ് മഴ. കാരണം ഇവിടെ മഴ അങ്ങനെ ലഭിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഈ കിട്ടിയ മഴയിൽ നമുക്ക് സന്തോഷത്തേക്കാൾ ഏറെ ദുഃഖകരമായ കാഴ്ചകളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ UAEയിൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് പെയ്ത മഴയുടെ കുറച്ച് കാഴ്ചകളാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അത് നല്ല കാഴ്ചകളെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് സംഭവിച്ചിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ 2 ദിവസത്തിൽ ഒരു ദിവസം പൂർണ്ണമായും എയർപോർട്ടും മെട്രോയും ബസ് സർവീസും എല്ലാം പൂർണ്ണമായി ഒരൊറ്റ ദിവസം പൂർണ്ണമായും നിലച്ച ഒരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഒരു ദിവസം കൊണ്ട് തന്നെ വളരെ ശക്തമായ ഇടപെടൽ കൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ നീക്കവും അതുപോലെ മറ്റുള്ള എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഫലമായി തന്നെ വെള്ളമൊക്കെ കുറേ മാറി. പക്ഷേ എങ്കിലും നമ്മൾ വളരെ ഭയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായ മഴയുടെ വെള്ളം നമുക്കിവിടെ എല്ലാ ഭാഗങ്ങളിലും ബാധിച്ചു പോയി. എല്ലാവരും അകത്തൊക്കെ പെട്ടവർക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കാനും പറ്റില്ല, വീട്ടിൽ നിന്ന് തന്നെ വെളിയിൽ ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിപ്പോയി. എല്ലാ മേഖലയും നമ്മളെ നാട്ടിൽ പെയ്തതുപോലെ, എന്നാൽ ഒരു രാവിലെ വെളുപ്പിന് 2 മണി മുതൽ രാത്രി ഒരു 9-10 മണി വരെ പെയ്തിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ശക്തമായ മഴ പെയ്തത് ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷം വൈകിട്ടൊരു 9 മണി വരെയാണ്. ആ മഴയിലാണ് നമ്മൾ ശരിക്കും ഇവിടെ മൊത്തത്തിൽ എല്ലാ ഭാഗവും തകർന്നത്. വണ്ടികളാണ് ഏറ്റവും കൂടുതൽ മോശമായി പോയത്. കാരണം വണ്ടികൾ പാർക്ക് ചെയ്ത വണ്ടികൾ എടുക്കാൻ പറ്റാതെയും എടുത്ത വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റാതെയും ഒക്കെ ബുദ്ധിമുട്ടി. വാഹനമാണല്ലോ ഇവിടുത്തെ ജോലിയുടെ ഏറ്റവും മെയിനായ ഒരു ഭാഗം. കാരണം വാഹനം ഇല്ലാതെ നമുക്ക് ഒരു ജോലിക്കും പുറത്ത് പോകാൻ കഴിയില്ല. രാവിലെയൊക്കെ ഈ ചെറിയ മഴയൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടിയൊക്കെ വണ്ടി എടുത്ത് പോയവർ ഉച്ച കഴിഞ്ഞുണ്ടായ ശക്തമായ മഴയിലാണ് ശരിക്കും പെട്ടുപോയത്. ഒതുക്കിയ വാഹനങ്ങൾ എടുത്ത് വേറെ എങ്ങും വെക്കാൻ സ്ഥലമില്ലാതെയും റൂമിൻ്റെ അകത്തും ഒക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ വെള്ളമായി ആകെ നമ്മൾ അന്തിച്ചു പോയി. പക്ഷേ എങ്കിലും ദൈവം നമ്മളെ കൈവിട്ടില്ല. ഒരു മഴ തോന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗവൺമെൻറ് UAE ഗവൺമെൻറ്റിനെ നമുക്കൊരിക്കലും മറക്കാനോ അല്ലെങ്കിൽ പറയാതിരിക്കാനോ പറ്റില്ല. കാരണം പകലില്ലാതെ അവർ ഈ മഴ തോന്നുന്നത് മുതൽ രാത്രി ഏകദേശം ഒരു 10 മണിക്ക് 9 മണി മഴ തോന്നിടം മുതൽ ഒരു റെസ്റ്റും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം കൊണ്ട് അവർ ഈ വലിയ വെള്ളമൊക്കെ തന്നെ ടാങ്കറുകളിലൊക്കെ വലിച്ച് ഒഴിഞ്ഞ ഏരിയയിൽ കൊണ്ടുവന്ന് ഒഴിവാക്കിയൊക്കെ വെള്ളം കുറച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ഉള്ള ഏരിയകളിലോട്ടൊക്കെ ഇപ്പോഴും വെള്ളം ഉണ്ട്. പക്ഷേ എങ്കിലും അവരത് ഓരോ ഭാഗം ഒതുക്കി നല്ലതുപോലെ ഒതുക്കി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയ ഇത് ആദ്യമായിട്ടാണ് ഒരു വെള്ളം നമ്മൾ കാണുന്നത്. കാരണം നമ്മളെ നാട്ടിലെ മാതിരിക്കല്ല, വെള്ളം ഒലിച്ച് പോകാനുള്ള സാഹചര്യങ്ങളില്ല, വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലങ്ങളില്ല. കാരണം മണലിൽ എന്ന് പറയുന്നത് വെള്ളം അത് പിടിച്ചാലോ കുറച്ചല്ലേ നമുക്ക് താഴോട്ട് പോവുള്ളൂ. പിന്നെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം താഴേക്ക് പോവില്ല. എന്തായാലും സുഹൃത്തുക്കളെ, വളരെ ദയനീയമായ ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടതും അറിഞ്ഞതും ഒക്കെ. ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ എന്താ പറയുക, വാഹനങ്ങൾക്കായാലും ഷോപ്പുകൾക്കായാലും മാളുകൾക്കായാലും ഒക്കെ കുറേ നാശങ്ങളുണ്ട്, കുറേ നഷ്ടങ്ങളുണ്ട്. പിന്നെ കുറേയൊക്കെ ഗവൺമെൻറ് അവർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അതിൻ്റേതായ രീതിക്കുള്ള ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം കവറേജും കംപ്ലീറ്റായി കൊടുക്കണമെന്ന് ഒക്കെ ഗവൺമെൻറ് വാർത്തയിൽ ന്യൂസിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും നമുക്ക് അല്ലാതെ നഷ്ടങ്ങൾ കുറേ വരും. എന്നാലും അതിന് ഒരു ആശ്വാസം എന്ന രീതിയിൽ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇൻഷുറൻസ് ഒക്കെ കവറേജ് എത്തിക്കണമെന്നും അതുപോലെ തന്നെ എല്ലാ നഷ്ടങ്ങൾക്കും
അവരാൽ കഴിയുന്ന സഹായങ്ങൾ പൂർണ്ണമായും ചെയ്യുമെന്നും ഒക്കെ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ ന്യൂസുകളിലും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എന്തെന്ന് തന്നെയെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ 12 വർഷമേ ആയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇവർ ന്യൂസിൽ തന്നെ പറഞ്ഞത് 75 വർഷത്തിന് ഇടയിൽ ഇത്രയും ശക്തമായ ഒരു മഴ ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കുറേയൊക്കെ ഇവർ പ്രിക്കോഷൻസൊക്കെ എടുത്തിരുന്നു, നമ്മൾ കുറച്ച് മുൻ നടപടികളൊക്കെ എടുത്തിരുന്നു, നീക്കങ്ങളൊക്കെ എടുത്തിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത സാഹചര്യം. കുറേ മാളുകൾക്കകത്തൊക്കെ വെള്ളം കയറി ഒരുപാട് സാധനങ്ങൾ നശിച്ചു പോവുകയും വെള്ളം എന്ത് ചെയ്യണമെന്നറിയാതെ ഇത് വെളിയിലേക്ക് നീക്കാനും സ്ഥലമില്ല, ആ ഒരു അവസ്ഥയിലൊക്കെ കഷ്ടപ്പെട്ടു ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ സ്റ്റാഫുകളും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. കടകൾ അടയ്ക്കാൻ പോലും വയ്യ, കാരണം ഇതെല്ലാം ഇലക്ട്രിക്കൽ ഡോറുകളാണ്. വെള്ളം കയറിയിട്ട് കറണ്ട് ബ്രേക്കർ വീണിട്ടും ഒക്കെ കട ക്ലോസ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായി. ക്ലോസ് ചെയ്ത കടകൾക്ക് പലതും സാധനം അകത്തുനിന്ന് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായി. കാരണം ക്ലോസ് ചെയ്തിരുന്നത് വെള്ളമായിട്ട്, പിന്നെ ഈ മോട്ടോർ ഡോറുകളൊക്കെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, ഇലക്ട്രിക്കലാണ്. കാരണം കറണ്ട് ബ്രേക്കർ വീണത് കാരണം ഇത് പൊന്തിക്കാനും പറ്റത്തില്ല, പൊന്തിച്ച് സാധനങ്ങളെടുത്ത് മാറ്റാനൊന്നും പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ടണലുകളിലൊക്കെ വെള്ളം പൊന്തിയിട്ട് ടണലാണോ റോഡാണോ ഒന്നും അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. അതുപോലെ അലയനിലും മലിഹ റോഡിലുമൊക്കെ തന്നെ റോഡുകൾ കുറേ ഒലിച്ചു പോയി. അപ്പോൾ അതൊക്കെ തന്നെ അതിൻ്റെ പണികളൊക്കെ ദ്രുതഗതിയിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വെള്ളം മാറുന്നതനുസരിച്ച് തന്നെ എല്ലാ ഭാഗത്തും പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് തന്നെ പറഞ്ഞാലും ശരി സുഹൃത്തുക്കളെ, ഒരു ദിവസം നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു ദിവസമെന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം വെളുപ്പിന് 2 മണിക്ക് തുടങ്ങി ഒരു രാത്രി 9 മണി വരെ പെയ്ത ഒരു മഴയാണ് ഇവിടെ പെയ്തത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത്രയും നാശങ്ങൾ, മില്യൺ രൂപയുടെ നഷ്ടങ്ങളാണ് അവർക്ക്, ഗവൺമെൻറ്റിനൊക്കെ സംഭവിച്ചിട്ടുള്ളത്. കാരണം ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ ക്യാൻസലായി. ദുബൈ എയർപോർട്ട് പൂർണ്ണമായും ഏകദേശം ഒരു ദിവസത്തിലധികം 1.5 ദിവസത്തോളം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലായിരുന്നു. അതുപോലെ ഷാർജ എയർപോർട്ട്, അബുദാബി എയർപോർട്ടുകൾ, അബുദാബിയിൽ എളുപ്പം കുറേ കൂടെ ഫാസ്റ്റായി. പക്ഷേ ഷാർജ എയർപോർട്ടും അതുപോലെ തന്നെ ഒരു ദിവസം പൂർണ്ണമായും അടഞ്ഞ അവസ്ഥയിലായിരുന്നു. പിന്നെ ഷോപ്പുകളൊക്കെ ശരിക്കും ഇപ്പോഴും അടഞ്ഞ അവസ്ഥകൾ തന്നെയാണ്. വാഹനങ്ങൾ ആയിരക്കണക്കിന്, നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വാഹനങ്ങൾക്കൊക്കെ വെള്ളം കയറിയിട്ട് നശിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസ് കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേയൊക്കെ കിട്ടും. പക്ഷേ എങ്കിലും കുറേയൊക്കെ നഷ്ടം വരും. പിന്നെ നമുക്ക് കൂടുതൽ ആൾ നഷ്ടമൊന്നും സംഭവിച്ചില്ല, അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഇത്. നമ്മളുണ്ടെങ്കിൽ നമുക്ക് വേറെ ആപത്തൊന്നും ഇല്ലായിരുന്നാൽ നമുക്കിതെല്ലാം പിന്നെയും ഉണ്ടാക്കാമല്ലോ എന്നുള്ളൊരു സമാധാനം. ഏതായാലും ദൈവഭാഗ്യമെന്ന് പറയട്ടെ, മഴ ഒന്ന് തോന്നും, എല്ലാം ക്ലിയറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സുഹൃത്തുക്കളെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ എടുത്തെല്ലാം കൂടെ ഒന്നിച്ച് നമ്മളെ നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാത്തവരുണ്ട്. നമ്മളെ ഇവിടുത്തെ അവസ്ഥകളൊന്നും അറിയാത്തവർക്കൊക്കെ വേണ്ടി അവർക്ക് ഒന്ന് കാണാനും അറിയാനും വേണ്ടിയിട്ട് ഇവിടുത്തെ അവസ്ഥകളെക്കുറിച്ച് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് അറിയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും ഇവിടെ ഏകദേശം നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായും പഴയ അവസ്ഥയിലെത്തും. കാരണം ഇപ്പോൾ തന്നെ ഒരു 70% നോർമലായെന്ന്, 60% 70% നോർമലായെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. മെയിൻ റോഡുകളെല്ലാം ഓപ്പണായി. പിന്നെ തകർന്ന റോഡുകളുടെ പണികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളമുണ്ട്. അവർ മാക്സിമം സ്പീഡപ്പായിട്ട് തന്നെ നീക്കുന്നുമുണ്ട്. അതൊക്കെ എല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ഒന്നും കൂടെ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നത് വരേക്കും ബായ്.